മുൻപ് ശ്രീ അനൂപ് വിആർ, നേരത്തെ താങ്കൾ GB പന്തിന്റെയും നെഹ്റുവിന്റെയും കാലത്ത് 1949 അവിടെ ബാബറി മസ്ജിദിൽ നടന്ന കാര്യം പറഞ്ഞിട്ട് നെഹ്റുവിന്റെ പൊസിഷനാണ് കോൺഗ്രസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. അതേ കോൺഗ്രസ് തന്നെ പിന്നെ എടുത്തിട്ടുള്ള നിലപാടുകൾ നോക്കൂ. അടുത്ത ബിഗ് എപ്പിസോഡ് നടക്കുന്നത് എപ്പോഴാണ്? 1986 1986 ജനുവരി 18 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് മുമ്പിൽ ഒരു IB റിപ്പോർട്ട് കിട്ടുന്നു. ഷബാനു ബീഗം കേസിലെ സർക്കാരിന്റെ നിയമനിർമ്മാണത്തെ തുടർന്ന് വലിയ തോതിൽ ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാവുന്നു. സർക്കാർ മുസ്ലിം അപ്പീസ്മെന്റ് ആണ് ചെയ്യുന്നത് എന്ന് ആ ജനവിഭാഗം ചിന്തിക്കുന്നുവെന്ന് IB റിപ്പോർട്ട് വരുന്നു. എന്ത് ചെയ്യും എന്ന് രാജീവ് ഗാന്ധി ചോദിക്കുന്നു. ഉടനെ അരുൺ നെഹ്റു പറയുന്നു, നമുക്ക് ബാബറി മസ്ജിദിന്റെ പൂട്ടുകൾ 49 മുതൽ പൂട്ടിയിട്ടിരിക്കുന്നത് തുറന്നു കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ രാജീവിന്റെ മുമ്പിൽ വെച്ച് അരുൺ നെഹ്റു അന്നത്തെ UP മുഖ്യമന്ത്രി വീർ ബഹാദൂർ സിംഗിനെ വിളിക്കുന്നു. DMനോട്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോട് ഈ പൂട്ട് തുറക്കുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് VHPയോട് വീർ ബഹാദൂർ സിംഗ് തന്നെ ഒരു കേസ് നിങ്ങളൊന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കൂ എന്ന് പറയുന്നു. അവരതിന് തയ്യാറാവുന്നില്ല, ഞങ്ങൾ പ്രക്ഷോഭം നടത്തി അമ്പലം പണിതോളാം എന്ന് പറയുന്നു. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ കൊണ്ടുപോയിട്ട് ഒരു ഹർജി കൊടുക്കുന്നു. ഒരു 31 തീയതി, ജനുവരി 31 ഹർജി കൊടുക്കുന്നു. 1 തീയതി വിധി വരുന്നു. അന്നത്തെ ജഡ്ജി കൃഷ്ണമോഹൻ പാണ്ഡെക്ക് കൃത്യമായും ഡൽഹിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവം കവർ ചെയ്യാൻ അപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്നുള്ള ദൂരദർശന്റെ ടീം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, അതായത് ഈ മസ്ജിദിന്റെ പൂട്ട് തുറന്ന്, ഈ സ്ഥലത്തിന്റെ പൂട്ട് തുറന്ന് ഹിന്ദു ആരാധന അവിടെ അനുവദിക്കപ്പെടുന്നു. ഇത് കോൺഗ്രസ് കൊറിയോഗ്രാഫ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ശേഷമാണ്, ഇതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നെ ബാബറി മസ്ജിദ് ധ്വംസനമൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഇടത്ത് ഒരു ക്ഷേത്രം ഉയരുമ്പോൾ എനിക്ക് തോന്നുന്നു BJPയേക്കാൾ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്ന പാർട്ടി കോൺഗ്രസ് അല്ലേ? നെഹ്റു 1949 അങ്ങനെ പറഞ്ഞു എന്ന് കരുതി കോൺഗ്രസ്സുകാർ പോകാതിരിക്കേണ്ട കാര്യമുണ്ടോ? താങ്കളുടെ ഈ ചോദ്യത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ 80കളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അന്ന് നടന്ന പൊളിറ്റിക്കൽ എപ്പിസോഡുകളെ കുറിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. അതിലേക്ക് ഞാൻ വരാം. കാരണം അത് ഷബാനു ബീഗം കേസിനെ കുറിച്ച് പറയേണ്ടി വരും. അന്ന് പല രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടിനെ കുറിച്ച് പറയേണ്ടി വരും. രാജീവ് ഗാന്ധിയുടെ മുസ്ലിം പ്രീണനം എന്ന് അധിക്ഷേപിച്ചവർ ആരൊക്കെയെന്ന് പറയേണ്ടി വരും. പലർക്കുമുള്ള ഉത്തരം അതിൽ ഉണ്ട്. അതിനു മുൻപ് സംഘപരിവാറിൻ്റെ പ്രതിനിധിക്ക് ഞാൻ ഉത്തരം പറയാം. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം ചരിത്രത്തിലെ വല്ലാത്ത ആധികാരികത അവകാശപ്പെടുകയാണ്. ദീപ്തി മേരി വർഗീസിനോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ജന്മദിനം ഡിസംബർ 28 അറിയില്ല എന്നാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന അതൊരു പരപുച്ഛത്തിൻ്റെ ഭാഷയാണ്. പിന്നെ അദ്ദേഹം KM മുൻഷിയെക്കുറിച്ച് പറഞ്ഞു. KM മുൻഷി സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലെടുത്ത നിലപാടിന് മുൻപ് KM മുൻഷി മുൻപേ എടുത്തൊരു നിലപാടുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ KM മുൻഷി പറഞ്ഞത് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ KM മുൻഷിയെ തിരുത്തിയ നെഹ്റുവാണ്, കോൺഗ്രസ്സാണ് സെക്യുലർ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ മതേതര രാജ്യമായി നിലനിൽക്കണം. ഇന്നലകളിൽ നമ്മളുടെ ദേശീയ പ്രസ്ഥാനത്തിന് മുഖമുദ്ര അതാണ്, നാളെയും അതായിരിക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ച നെഹ്റുവിയൻ ആശയധാര ഈ രാജ്യത്ത് നിലനിന്നത് KM മുൻഷിമാരെ തള്ളി പറഞ്ഞുകൊണ്ടാണ്. പിന്നെ 80കളിൽ ഇവിടെ ഡോക്ടർ ഷിജു ഖാൻ അദ്ദേഹം വളരെ കോൺഗ്രസിനെ പഠിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. തീർച്ചയായും കോൺഗ്രസ് ഇതിനകത്ത് എല്ലാ ഘട്ടത്തിലും ശരിയുടെ മാത്രം നിലപാട് സ്വീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഈ ബാബറി മസ്ജിദ് പ്രശ്നത്തിലേക്ക് CPM കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, ഷബാനു ബീഗം കേസിനെ തുടർന്ന് രാജീവ് ഗാന്ധി മുസ്ലിം അപ്പീസ്മെന്റ്, മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള പ്രചാരവേല ഈ രാജ്യത്ത് അഴിച്ചുവിട്ടതാരാ? CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ ഒരു വശത്ത്, അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. ഞാൻ പറഞ്ഞതിന്റെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പൂട്ടിക്കിടന്ന ബാബറി പള്ളിയുടെ പൂട്ട് തുറന്നു കൊടുക്കുക വഴി അക്ഷന്തവ്യമായി എന്താണ് അവിടെ രാജീവ് ഗാന്ധി ചെയ്തിട്ടുള്ളത്? അതിന് മുൻപും ശേഷവും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്നും റെഫർ ചെയ്യുന്നില്ല. പക്ഷെ ഈ നടക്കാൻ പോകുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അതാണ്. അല്ല, ഞാനതിലേക്ക് പറഞ്ഞല്ലോ, എല്ലാ ഘട്ടത്തിലും 100% ശരി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിന് തെറ്റുകൾ പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇതിനകത്തേക്ക് ചരിത്രമായി നമ്മൾ പഠിക്കുമ്പോൾ, അതിന് വിശകലനം ചെയ്യുമ്പോൾ അവിടെ 80കളിലെ ഇത്തരം രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംജാതമാക്കിയതിൽ വലിയ പങ്ക് അവകാശപ്പെടാവുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഷബാനു ബീഗം കേസിനെ തുടർന്ന് മുസ്ലിം വ്യക്തി നിയമം സംരക്ഷിക്കാൻ രാജീവ് ഗാന്ധി ബില്ല് കൊണ്ടുവന്നപ്പോൾ അന്ന് കോൺഗ്രസിനെതിരെ ഈ രാജ്യത്ത് സംഘപരിവാറും ഈ പറയുന്ന സോക്കോൾഡ് മതേതരവാദികളും ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള മുസ്ലിം പരിഷ്കരണവാദികൾ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ആളുകൾ, ഷബാനുവും ആരിഫ് മുഹമ്മദ് ഖാനും ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് സംഘപരിവാറിന്റെ കൂടാരത്തിലേക്കാണ് പോയത്. ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് വരുന്നുണ്ട്,
ശരീഅത്തിനെതിരെ സംസാരിക്കാൻ കോഴിക്കോട് EMSുമായി വേദി പങ്കിടുന്നുണ്ട്. അങ്ങനെ രാജ്യത്താകമാനം കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഒരു കൗണ്ടറായി ഇത് നിലനിൽക്കുകയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞത് കോൺഗ്രസ് അതുകൊണ്ട് അത് ചെയ്ത നിലപാട് ശരിയായി എന്നല്ല, പക്ഷെ അതിലേക്ക് നയിച്ച സാഹചര്യം ഇവിടെ ഒരു മുസ്ലിം വെറുപ്പിന്റെ പ്രതലം സൃഷ്ടിക്കുന്നതിൽ ഈ പറയുന്ന CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്. അതിനെ സ്വയം വിമർശനപരമായി ഏറ്റുപറയാൻ CPM തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാട് നെഹ്റുവിന്റെ നിലപാടാണെന്ന് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നെഹ്റുവിന്റെ നിലപാട് നെഹ്റുവിനല്ലാതെ ഏത് കോൺഗ്രസ്സുകാരനാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മൗലികമായ ചോദ്യം. താങ്കൾ ഈ പറഞ്ഞ ഷാബാനു കേസിന് മുമ്പാണ് മീനാക്ഷിപുരം മതപരിവർത്തനം നടത്തുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസ് നേതാവായ കരൺ സിംഗ് വിരാട് ഹിന്ദു സമാജ് എന്ന സംഘടന സ്ഥാപിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്തുണയോടെ കൂടിയാണ് അങ്ങനെ വിരാട് ഹിന്ദു സമ്മേളനങ്ങൾ നടക്കുന്നു. കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ ഗുൽസാരിലാൽ നന്ദ, മുൻ ആക്ടിംഗ് പ്രധാനമന്ത്രി കരൺ സിംഗ്, ഇവർ രണ്ടുപേരുമാണ് 80കളിൽ ആദ്യം BJP-യേക്കാൾ മുൻപ് രാമക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടത്. BJP 89-ൽ പാലംപൂർ സമ്മേളനത്തിലാണ് ഔദ്യോഗികമായി രാമക്ഷേത്ര പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതിനെത്രയോ മുമ്പേ നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കൾ കോൺഗ്രസ്സുകാർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. BHP 1983-ൽ ഏകാത്മത യാത്ര നടത്തിയപ്പോൾ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ സകല പിന്തുണ ഉണ്ടായിരുന്നില്ലേ? അവരുടെ ആദ്യത്തെ ധർമ്മ സൻസദ് ഡൽഹിയിൽ വിഗ്യാൻ ഭവനിൽ ഏതാണ്ട് ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചാണ് നടന്നത്. അപ്പൊ അന്ന് ഹിന്ദുത്വയെ എല്ലാ അർത്ഥത്തിലും താലോലിച്ചിരുന്നത് കോൺഗ്രസ്സുകാരായിരുന്നു. BJP കുറച്ചുകൂടി പ്രൊഫഷണലായി തൊട്ടടുത്ത പതിറ്റാണ്ടിൽ അത് ഏറ്റെടുത്തു. അപ്പോഴാണ് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് നിങ്ങൾക്ക് 22-ാം തീയതി വേണ്ടേ എന്നുള്ളതാണ് എന്റെ സംശയം. വേണം എന്നാണ് കമൽനാഥ് പറയുന്നത്, വേണമെന്നാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത്. അല്ല, നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഇവിടെ ഷിജുഖാൻ അവകാശപ്പെടുന്നത് സംഘപരിവാറിനെതിരെ ഒരു ബദൽ ഞങ്ങളാണ് എന്നുള്ള അർത്ഥത്തിലാണല്ലോ ഷിജുഖാൻ അവകാശപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിനെതിരെ സാമൂഹിക നീതിയുടെ വലിയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണ്. നിതീഷ് കുമാർ അത് പറഞ്ഞു, ലാലു പ്രസാദ് യാദവിനെ പോലുള്ള ആളുകൾ പറഞ്ഞു. ഇവിടെ കേരളത്തിനകത്ത് CPM-ന്റെ നിലപാടെന്താ? അപ്പോൾ ഈ വിഷയത്തിനകത്ത് നമുക്ക് ചരിത്രത്തിലേക്ക് പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താവുന്ന, കോൺഗ്രസിനെതിരെ പറയാവുന്ന 1000 കാരണങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കേണ്ട, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് അത്യാവശ്യമായിരിക്കുന്ന 1001 കാരണങ്ങൾ വേറെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിന്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നത്. കോൺഗ്രസ് ചരിത്രത്തിൽ തെറ്റ് ചെയ്യാത്ത, തെറ്റാവരം കിട്ടിയ ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ CPM ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 80കളിൽ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ബീജാവാപത്തിന് എല്ലാ നിലയ്ക്കും സംഭാവന ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പറയേണ്ടി വരും. ചരിത്രത്തിൽ ആർക്കും അങ്ങനെ മോഡറേഷൻ ഇല്ല. ശരി, ഓക്കെ.